മനസ്സിലായില്ല. നിന്നെ എനിക്കറിയാം. അറിയാല്ല. പിന്നെ അതിനെപ്പറ്റി പിന്നെ എനിക്കത് അറിയേണ്ട കാര്യമുണ്ട്. എന്റെ കാര്യം എനിക്ക് സംസാരിക്കേണ്ട കാര്യമുണ്ട്. മനസ്സിലായില്ലേ? നീ എന്റെ അമ്പലത്തിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. ഞാൻ കാണുന്നത് അവിടെ കമ്മുമ്പെടുക്കാൻ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു 200-300 മീറ്ററുള്ള എൻ്റെ വീട്. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ നടയിൽ കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നു. അങ്ങനത്തെ മാത്രം ഞാൻ കാണുന്നു. അതിനുശേഷം കാണാതെ ഇവിടെ ഈ സമാധി ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ സമാധി ഇരിക്കുന്ന കക്കോസിൽ പോകാൻ പറ്റാത്ത ഒരു വ്യക്തി, കട്ടിൽ മലവും മൂത്രം എടുക്കുന്ന വ്യക്തി എങ്ങനെ കോവിൽ ചെന്ന് ഇവരെ ഈ കരിക്ക് ജപിച്ച് കുടിച്ചു? അതിൽ കള്ളം. വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞു. അതിൽ പച്ച കള്ളം മക്കൾ പറഞ്ഞത്. തിരിച്ച് സമാധിരിക്കാൻ പോകുന്ന ആൾ BP ഷുഗറിൻ്റെ ഗുളിക കഴിക്കില്ല. പിന്നെ മൂത്ത മെമ്പറിന് ഇളയ മെമ്പറിന് രാജസേനൻ പറഞ്ഞ അവിടെ ചെന്ന് ഇരുന്നു. എല്ലാം സമാധിയായി എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മൂത്ത മോനെ വിളിച്ചറിയിച്ചെന്ന് പറഞ്ഞത്. മൂത്ത മോൻ വന്നപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ അച്ഛ ഇരുന്നു, കൈ പൊക്കുന്നു, ഇതെല്ലാം കണ്ടെന്ന്. തിരിച്ച് അമ്മ പറയും, അടുത്ത മൊഴി അമ്മ മാറ്റി പറയണത് അമ്മ ഇപ്പം നെഞ്ചു കിടന്ന് ഇടിക്കുന്നത് കണ്ടെന്ന്. ഒരിക്കലും ഇരുത്താറില്ല. ഇത് ഈ ഭാര്യയും 2 മക്കളും മരുമകളും കൂടി കൊണ്ട് തൂക്കി തിരിക്കുകയോ എന്ത് ചെയ്തോന്ന് അറിഞ്ഞു. ഇപ്പം കോടതി വിധി ഇത് പൊളിച്ച് ഇതിൽ ആളുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നടക്കാറുണ്ട്? ഇല്ല നടക്കാറ്. കണ്ണു കാഴ്ച കുറവ് ഇതെല്ലാം ഉള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ആ ഒരു വിവാദ സമാധിക്ക് ഒരു അറുതി വന്നിരിക്കുകയാണ് അല്ലേ. ഇന്ന് ആ ഒരു സമാധി പുറത്തെടുത്തതോടുകൂടി ആ സ്ലാബ് പൊട്ടിച്ച് അതിലെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചപ്പോൾ തന്നെ അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നത്. പ്രാഥമിക റിപ്പോർട്ടിലെ അസ്വാഭാവികമായിട്ടുള്ള, അതായത് സ്വാഭാവിക മരണം എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. അത് പൂർണ്ണ റിപ്പോർട്ട് ഇതുവരെയ്ക്കും ലഭിച്ചിട്ടില്ല. കാരണം ഡോക്ടർമാർക്ക് ഇപ്പോഴും പല കാര്യങ്ങളിൽ സംശയമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഗോപന്റെ ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത് ഡോക്ടർമാർ പരിശോധിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവം ഈ ഗോപന്റെ മരണം, അതായത് ഹൃദയാഘാതത്തിലേക്കും കടക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടി ഡോക്ടർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് തലയിൽ കരുവാളിച്ച പാടുകൾ വരെ കാണുന്നുണ്ട് എന്നാണ്. ഈ ഗോപൻ സ്വാമിയുടെ ശരീരം ജീർണിച്ച അവസ്ഥയിലാണല്ലോ ഇരുന്നത്. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് അവർക്ക് അതിന്റെ എന്താണെന്നുള്ള ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല. അപ്പം എല്ലാത്തിന്റെയും ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ റിസൾട്ട് വന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. 3 റിപ്പോർട്ടുകളാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നത്. ഈ ഒരു 3 റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുകയുള്ളൂ എന്നും മരണകാരണം വ്യക്തമല്ല എന്നാണ് ഫോറൻസിക് ഡോക്ടർമാരും പറയുന്നത്. ശരീരത്തിൽ മുറിവുകളോ അതുപോലെ ചതവുകളോ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ രാസപരിശോധന അടക്കമുള്ള 3 പരിശോധനാ ഫലങ്ങൾ നിർണായകമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുകയാണ്. ഈ തലയിൽ കരുവാളിച്ച പാടുകൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ട് ഇതിൽ ഹിസ്റ്റോപതോളജിയുടെ ആ ഒരു ഫലം കൂടി വരണം. എന്നാൽ മാത്രമാണ് തലയിലെ ആ കരുവാളിച്ച ആ ഒരു പാടിന്റെ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതാണ് ഡോക്ടർമാർ പറഞ്ഞ 3 റിസൾട്ടുകൾ വരാനുണ്ട്. അത് വന്നാൽ മാത്രമാണ് പൂർണ്ണമായിട്ടും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ കുടുംബങ്ങളുടെ സംസാരത്തിൽ തന്നെ പല വൈരുദ്ധ്യങ്ങളും കാണുന്നു അല്ലെ. എന്തായാലും പ്രത്യക്ഷത്തിൽ ഇതിന്റെ ഫലം സ്വാഭാവിക മരണമാണെങ്കിൽ ഇതിന്റെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടല്ലോ. അത് പൂർണ്ണമായിട്ട് വന്നാൽ മാത്രമാണ് ശരിക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഈ ഒരു കുടുംബത്തിനെതിരെ ആരോപണം ആരൊക്കെ ഉയർത്തിയിട്ടുണ്ട് അവർക്കെതിരെ നിയമ നടപടി പോകുമെന്ന് തന്നെയാണ് ഈ ഒരു കുടുംബം പറയുന്നത്. എന്തായാലും ഈ ഒരു മൃതദേഹം മാറ്റാനെന്ന, അതായത് ഒരു സ്ലാബ് പൊളിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. തമ്പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതൊരു സേവനമായിട്ടാണോ ചെയ്തത്? എങ്ങനെയാണ് ഇന്നത്തെ? അതിനെ പറ്റില്ല. എന്റെ ടാർപ്പ അവിടെ 6 ടാർപ്പ വാടക എടുത്ത് കെട്ടിയിരിക്കുകയാണ്. 6 ടാർപ്പ അഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും. കാരണം എന്തായാലും എനിക്ക് അത് കഴിഞ്ഞാൽ ഇത് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വാടകക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാർപ്പ വേണമെന്ന് പറഞ്ഞു. അപ്പൊ SI പറഞ്ഞിരുന്നു, CM പറഞ്ഞിരുന്നു കുഴപ്പമില്ല, ഇന്ന് രാവിലെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ ഇപ്പൊ നിംസിൽ പുള്ളിയെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിംസിലല്ലേ കൊണ്ടുപോയി. അത് അവിടെ കൊണ്ടുപോയി. ഇനി ഇത് നാളെ മുഖാസമാധി എന്ന് പറയുന്നു. അപ്പൊ ഇനി അതും കഴിഞ്ഞേ പൊളിക്കാൻ പറ്റുള്ളൂ. എന്താ ഇതിന്റെ ഒന്നും ഒരു മറുപടിയും കിട്ടിയില്ല. അറിയത്തില്ല. അതാണ് ആശങ്ക.
ശരിക്കും ഇത് കണ്ടപ്പോ എനിക്ക് എന്താണ് തോന്നിയെന്നറിയാമോ? നമുക്കൊരു സിനിമ ഓർമ്മയുണ്ടല്ലോ, പഞ്ചാബി ഹൗസ് എന്നുള്ള സിനിമ. ആ സിനിമയിലെ മച്ചാൻ വർഗീസിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. പന്തല് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്കാരൻ ഒരുപാട് ശ്രമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതേ അവസ്ഥയാണ് ഇപ്പം ഈ ഒരു പുള്ളിക്കാരനുള്ളത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് അതൊരു കോമഡി രൂപത്തിൽ അത് പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ല. കാരണം ഇത് അദ്ദേഹത്തിന്റെ ഒരു അന്നമാണല്ലേ. ചിലപ്പോൾ ഇത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിസ്സാരമായിട്ടുള്ളൊരു വാർത്തയാണ്. പക്ഷെ ഇത് പുള്ളിക്കാരന്റെ ഒരു അന്നമാണല്ലേ. പുള്ളിക്കാരൻ ആ പന്തല് കൊടുത്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെട്ടിലാവുന്നത് ആ ഒരു പുള്ളിക്കാരൻ തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടാർപ്പ് അഴിക്കാൻ വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സംസാരം ഈ ഒരു ഗോപൻ സ്വാമിയുടെ മൂത്ത മകനുമായിട്ട് നടക്കുകയുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്ലിപ്പിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ ടാർപ്പയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. തെറ്റിദ്ധരിച്ചാണ് ഇദ്ദേഹത്തിനോട് വഴക്കുണ്ടാക്കുന്നത്. എനിക്കറിയേണ്ട കാര്യമുണ്ട്. എന്റെ കാര്യം എനിക്ക് സംസാരിക്കേണ്ട കാര്യമുണ്ട്. മനസ്സിലായില്ലേ? നീ എന്റെ അമ്പലത്തിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. നിന്നെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ കാണേണ്ട കാര്യമില്ലല്ലോ. നീ കാണേണ്ട കാര്യമില്ല. ഇതുപോലെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും പറഞ്ഞാൽ നിന്റെ അനിയന് ഞാൻ പഠിച്ചത്. ഞാൻ വേറെ ഒന്നുമില്ല. എന്റെ കാർപ്പേരെ കസ പറഞ്ഞല്ല, നിന്റെ കാര്യമല്ല ഞാൻ സംസാരിച്ചത്. അറിയാൻ മനസ്സിലായി? ഞാൻ സമാധാനമായിട്ടാണ് പോയത്. അല്ല ഞാൻ വേറെ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും പറയട്ടെ എന്തെങ്കിലും സംസാരിക്കണം, എന്തെങ്കിലും സംസാരിച്ചു സമാധി അമ്പലമാണ്. ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചു. ഞാൻ എന്റെ ടാർപ്പേരെ കേസാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ല ഇത് സംസാരിച്ചതിനെ പറ്റി വേറെ ഒന്നുമില്ല. ടാർപ്പ കൊണ്ടുവന്നതാണ്. ടാർപ്പ അന്ന് വന്നു. ഞാൻ വന്നപ്പോഴും ടാർപ്പ എടുത്തോണ്ട് വരാൻ പറഞ്ഞ പറഞ്ഞു. ഞാൻ 6 ടാർപ്പ എടുത്തോണ്ട് വന്നു. 6 ടാർപ്പ 10 കൂടി കയറ് വണ്ടി കൂലി എല്ലാം കെട്ടി. ഇത് എന്താണ് ഒരു തീരുമാനം ഉണ്ടെന്ന് നമുക്കറിയില്ല. അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. പുള്ളി തെറ്റിദ്ധരിച്ചാണ് അവർ പൊളിക്കുന്നതിനെ പറ്റിയാണ് അവർ സംസാരിച്ചത്. ഞാൻ ടാർപ്പ പൊളിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത്. 6 ടാർപ്പ ഉണ്ട്. ഒന്നിന് 60 രൂപ വെച്ച്. പിന്നെ ഇപ്പൊ ഇന്ന് 3 ദിവസമായി. പിന്നെ 10 കൂടി കയറ് വാങ്ങിച്ചു. ആരാണ് കൊണ്ടുവരാൻ പറഞ്ഞത്? SI പറഞ്ഞു. അപ്പൊ ഈ പൈസ ആരാണ് തരുന്നത്? ഇത് അവര് തരാന്ന് SI തരാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ എന്താണെന്ന് ഒരു തീരുമാനം കാരണം വെച്ചാൽ അതിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചത്. നിങ്ങൾ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന കേസാണ്. ടാർപ്പയുടെ കേസാണ് സംസാരിക്കുന്നത്. അവരതിനിടയ്ക്ക് വെച്ച് വേറെ രീതിയിൽ ഇത് പൊളിക്കുന്നതിനെ പറ്റി സംസാരിക്കാം. അപ്പൊ നമ്മളതിനെ പറ്റി അവർ പൊളിക്കായിരിക്കും. അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരാളെ വാടക എടുത്തോണ്ടുന്ന സാധനമാണ്. അത് തിരിച്ചുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഈ പൈസ മൊത്തം ഞാൻ എന്റെ കയ്യിൽ കൊടുക്കണ്ടേ അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത് ആയെന്നുള്ള കാര്യം. 1500 ആയി. എത്ര ദിവസം പോകുന്ന അറിയില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം എന്താണെന്ന് ആരെങ്കിലും ഇത് കൺഫേം ആയിട്ട് നമുക്ക് അറിഞ്ഞാലേ ഇതിന്റെ ബാക്കിയുള്ള ഇത് നോക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഇത് എന്റെ കയ്യിൽ ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ കൊണ്ടു കൊടുക്കേണ്ടേ ഉണ്ടോ? അന്നത്തെ ഒരു ആവശ്യത്തിനൊന്നും പറഞ്ഞല്ലേ എടുത്തത്. പക്ഷെ ഇങ്ങനെ നിങ്ങളൊന്നും ആരും വിചാരിച്ചു. അവരും വിചാരിച്ചില്ല, ഞങ്ങൾ ആരും വിചാരിച്ചില്ലല്ലോ. അതിന്റെ കാര്യമാണ് നമ്മളിപ്പം സംസാരിച്ചത്. അവൻ എന്റെ ഒരു ചോദിച്ചിട്ട് അവനെ കണ്ടിട്ടുണ്ടെന്ന്. അവന്റെ അച്ഛൻ ഞാൻ ഇതിന്റെ മുകളിൽ വാഴ നടത്തുമ്പോൾ അവന്റെ അച്ഛൻ അവിടെ വന്നിരുന്ന എന്നോട് സംസാരിച്ചിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അമ്പലത്തിൽ വന്നിട്ടുണ്ട്, പണി ചെയ്യുമ്പോഴും ഞാൻ വന്നിട്ടുള്ളതാണ്. മൂത്ത മോൻ. എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ ചാനലിൽ സംസാരിച്ചത് കണ്ടത്. ഞാൻ എന്താണ് സംസാരിച്ചത് ഉള്ള കാര്യം. അവന്റെ രാവിലെ പോസ്റ്റർ ഒട്ടിക്കുന്നത് കണ്ടത് ഞാൻ. പോസ്റ്റർ കണ്ടത് ഞാൻ. അവന്റെ ഇളയ മോൻ്റെ തൊട്ട് ബൈക്കിൽ കയറി വന്ന് അവൻ്റെ ചോദിച്ച പച്ച സമാധി ഇരുന്നെന്ന് പറഞ്ഞത് അവൻ. ഞാൻ അങ്ങനെ കണ്ടിട്ട് 4 വർഷമായി. ഉള്ള കാര്യമാണ്. ഞാൻ 4 വർഷമല്ല കൂടുതലായി കണ്ടിട്ട്. പുള്ളിക്കാരനെ കണ്ടിട്ട് 4 വർഷത്തിൽ കൂടുതലായി. അതുള്ള കാര്യം തന്നെ. അല്ല ഒന്നും കൂടുതലായിട്ട് ഇത് പൊളിക്കണമെന്നോ പൊളിക്കേണ്ടെന്നോ ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരുടെ കാര്യങ്ങൾ, നിയമപരമായ അവരുടെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഒന്നേ അറിയാവുള്ളൂ, എൻ്റെ ടാർപ്പ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ കയറ്റി അത് പറയാം, അവരോട് കടക്കാരോട് പറയും. എന്തായാലും പുള്ളിക്കാരൻ തെറ്റിദ്ധരിച്ചാണ് ഈ ഒരു പാവം തമ്പിച്ചേട്ടനെ കിടന്നിരുന്ന് വഴക്കുണ്ടാക്കുന്നത്. കാരണം പുള്ളിക്കാരൻ തന്റെ ടാർപ്പ അഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രമം നടത്തുന്നത്. കാരണം ആ ഒരു ടാർപ്പയുടെ വാടക ഇനി പുള്ളിക്കാരൻ കൊടുക്കണ്ടേ. ഇപ്പൊ ആ ഒരു ജീവിത മാർഗം എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ അങ്ങനെയുള്ള വരുമാനത്തിലാണ് അദ്ദേഹം കഴിയുന്നത്. അപ്പൊ അതിനിടയ്ക്ക് തന്നെ ഈ വാടകയ്ക്കെടുത്ത ടാർപ്പയ്ക്ക് പൈസ ഇനി പുള്ളിക്കാരന് കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ആദ്യമാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു ഗോപൻ സ്വാമിയുടെ മരണത്തോടൊപ്പം തന്നെ പല ഭാഗത്ത് നിന്ന് പല ഇവരുടെ അയൽവാസികൾ, അതുപോലെ സുഹൃത്തുക്കൾ, അതുപോലെ നാട്ടിലുള്ള പ്രദേശങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ അവരും ഇതിന്റെ ഇടയിൽ കിടന്ന് അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓരോരുത്തർ പറയുന്നതും ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഗോപൻ സ്വാമിയായിട്ട് അവരുടെ വീട്ടുകാരെ പറ്റി. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു ഗോപൻ സ്വാമിയുടെ ഫാമിലി ആരുമായിട്ട് ഒരു അടുപ്പവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. പ്രത്യേകിച്ച് അവരുടെ സഹോദരിയുടെ വാക്ക് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ കണ്ടാണ്. ഇല്ലാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ അത് കേൾപ്പിച്ചുതരാം അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. പിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇവര് പറയും പോലെ അല്ല. ഇവര് സ്വന്തമായിട്ട് അങ്ങനെ അയാളെ അധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കിയതല്ല. യൂണിയനിൽ നിന്ന് എല്ലാ ആളുകളും പൈസ അവിടെ കൊടുത്തു, ഞാൻ ഉൾപ്പെടെ കൊടുത്തു, കോവിൽ വെക്കാൻ വേണ്ടിയേ. പിന്നെ പിള്ളേർ കണ്ട് ശരിയല്ല, ആണ് കുഴപ്പം. 2 പേര് ശരിയല്ല. അത് ഒരുത്തം 3 പെണ്ണാറ്റം കെട്ടി. ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിയുന്നത് ഇവിടെ പൊരുത്തം വരില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞിട്ട് പോയി.
ഇവരുമായിട്ടാ കഴിച്ചെറുക്കാൻ. ഈ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു? ഇവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്കും ഉണ്ടായിരുന്നു. ചില ദിവസമൊക്കെ ഇവര് വരുമ്പോൾ ഭയങ്കര ചീത്ത വിളിയാ കേൾക്കാം. ഈ മൂത്തവൻ വരുമ്പോ ഭയങ്കര ബഹളമായിരിക്കും. ഗോപനാചാരി വയ്യാതെ കിടക്കുമ്പോ എങ്ങനെയായിരുന്നു വീട്ടുകാർ നോക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ? അത് നമ്മൾ അങ്ങോട്ട് ഇപ്പൊ പോവാറില്ല, അകത്തോട്ടൊന്നും പോവാറില്ല. ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോ വഴക്ക് പറയും ഭയങ്കര. പറഞ്ഞുകൂടെടാ നിനക്ക്, അമ്മയ്ക്ക് തുണി കഴുകാൻ ജോലിയില്ലേ എന്നൊക്കെ കേട്ടോണ്ട് കുറച്ച് പറയണ കേൾക്കാം. അതേ ഉള്ളൂ. നമ്മളില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടല്ലോ. ഉണ്ണാൻ വന്നപ്പോൾ പോലീസും ആൾക്കാരൊക്കെ നിറയെ നിൽക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ അയാളെ കൊണ്ടുവന്ന് അടക്കിയത്. 3:30 മണിക്കാണ് കർമ്മം നടത്തിയെന്ന് കൗൺസിലർ വിളിച്ച് ഇവൻ പറഞ്ഞു, ഈ രാജസേനൻ. ഇവർ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു കോവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണ്ട ഇവർ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യണം. ഇത് കള്ളനോട്ടടിയെല്ലാം ഉണ്ടാകുന്ന ആർക്കും അറിയാം. ആർക്കും ചുരിദാറിട്ടൊന്നും വരാൻ പാടില്ല. കൊച്ചു പിള്ളേർക്ക് സാരി ഉടുക്കണം, അല്ലെങ്കിൽ പട്ടുപാടണം, ആണുങ്ങൾ ഉടുപ്പിട്ടോണ്ട് കയറാൻ പാടില്ല. ഈ കോവിൽ ഇഷ്ടം പോലെ പൈസ കൊടുത്തു ഞങ്ങൾ. പൈസയും സിമന്റും പൂജയും എല്ലാം ഇഷ്ടം പോലെ. ആദ്യം സദ്യയും കാപ്പിയും പരിപാടി എല്ലാം. പിറ്റേ കമ്മിറ്റി അംഗങ്ങളെ അവരെ കണക്ക് കേട്ട് അവർ പറയില്ല. അങ്ങനെ കമ്മിറ്റി അംഗങ്ങളെ പറഞ്ഞിട്ട് 2-3 വർഷം കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നു കോവിൽ. യുവമാര് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അയാള് ചാവാൻ പോണതിന് മുമ്പേ പൂജ ചെയ്ത് പിന്നെ അവിടെ ചെന്നിരുത്തി കുളിപ്പിച്ച് അടക്കൊണ്ടിരിച്ചെന്ന് പറഞ്ഞാൽ അയാൾ ഇതൊന്നും സത്യമുള്ള കാര്യമല്ല. അയാൾ കിടപ്പാണ്. അയാൾ വെളിയിൽ സൂര്യോദയം കാണാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കിടന്ന ആളാണ്. യുവമാര് പറയുന്നത് ഒരു ചാവാൻ പോണ ഒരാളെ ഷുഗറിന്റെ BP-ന്റെ ഗുളിക കഴിച്ചിട്ടാണ് ചാവണത്. ചാവാതിരിക്കല നമ്മൾ ഗുളിക കഴിക്കുന്നത്. അപ്പൊ ഇയാൾ അവിടെ ചെന്ന് കുഴിക്കാതിരിക്കാൻ വേണ്ടി ഈ ഗുളിക കഴിച്ചോണ്ടാണ് പോകാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ അണ്ണൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കള് അംഗീകരിച്ചും ഇന്ന് മുൻപോട്ട് പോകുന്നത്. അതാണ് സത്യം. ഇതിൽ ഒരു ദുരോഗതയും ഇല്ല. ഇല്ല, ഒരു ദുരോഗതയും ഇല്ല. ഞങ്ങൾക്ക് പോലും എന്റെ അണ്ണൻ മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആരടുത്തും ഒരു വാക്ക് പറയാത്തത് കൊണ്ടുള്ള വിഷമം ഞങ്ങൾക്കുണ്ട്. അത്രേ ഉള്ളൂ. ഗോപൻ സ്വാമി സമാധിയാവുമെന്ന് നേരത്തെ നിങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു? നമ്മളെ എന്തുകൊണ്ടൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല. കൊച്ചുകാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണന്റെ കുട്ടിക്കാലത്ത്. കാരണം നമ്മൾ കളിച്ചു വിളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛന്റെ അച്ഛൻ മരുത്തോമലയിൽ സ്വാമിയായി സമാധിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ട് എന്റെ അച്ഛൻ അണ്ണന്റെ കൂടി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അണ്ണൻ ഒരാഗ്രഹം, അപ്പോഴേ ഒരു ആഗ്രഹം. അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്റെ അണ്ണൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി കോവിലിൽ പോവുകയും ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ശിവഭഗവാൻ. ഗോപൻ സ്വാമി സമാധിയാവുമെന്ന് കാണിച്ച് 30 വർഷം മുമ്പേ തീർത്ത കല്ലറയാണ് ഈ കല്ലറ. അതെ 30 വർഷമായ കല്ലറയാണ് ആ കിടന്ന കല്ലറ. അപ്പോഴും മനസ്സിൽ ആ ആഗ്രഹം കൂടി കൊണ്ടത് കൊണ്ടാണ് ആ കല്ലറ അവിടെ വരാനും സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ അണ്ണ എന്നൊരു കാലമായാലും അവിടെ തന്നെ സമാധിയാവും. ഈ സമാധിയെ കുറിച്ച് ബാക്കി നാട്ടുകാർ പറയുന്നതിൽ ഒരു വിശ്വാസവും സ്വന്തം സഹോദരിയായ നിങ്ങൾക്കില്ല? എനിക്കില്ല. എന്റെ അണ്ണന്റെ ദുരോഗത എന്ന് പറയാനേ എനിക്ക് പറ്റില്ല. അത്ര വിശ്വാസമാണ് എന്റെ അണ്ണന്റെ മക്കള് എനിക്കും എന്റെ അണ്ണനെ. അല്ലാതെ ഒരു സംശയത്തിനും ഇതിന് കാരണമില്ല. അത് സത്യമായ കാര്യമാണ്. എന്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയാണ്. എന്റെ കൂടപ്പുറപ്പ് ആയതുകൊണ്ടല്ല പറയണത്. അണ്ണൻ ജനിച്ച അന്ന് തൊട്ടും ഞാനും വളർന്ന അന്ന് തൊട്ടും എന്റെ അണ്ണന്റെ സ്വഭാവം അമ്പലമേ എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരു അണ്ണനാണ്. അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 35 കൊല്ലത്തിന് ആയതിനു ശേഷം അവർ വെജിറ്റേറിയനാണ് മാത്രമാണ് കഴിക്കാറുള്ളത്. മത്സ്യം മാംസവും ഒന്നുമില്ല. 4 വർഷമായി ഗോപൻ സ്വാമിയുമായി പിണങ്ങി കഴിയുകയാണെങ്കിലും ഗോപൻ സ്വാമിയെ കുറിച്ച് പറയുവാൻ നല്ല വാക്കുകൾ മാത്രമേ തങ്കമ്മ ചേച്ചിക്കുള്ളൂ. പിണക്കമായിട്ട് ഞങ്ങൾക്കില്ല, വരവില്ല. അണ്ണ എന്തോ പിന്നെ ഞാൻ എന്തെന്നറിയാൻ പാടില്ല, വരയില്ല, ഞാനും പോകില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞ സംസാരമോ ഒന്നുമേ ഞങ്ങളുടെ ഇടയിലില്ല. 4 വർഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടത് എന്റെ അണ്ണൻ മരിച്ച പോസ്റ്റർ ഒട്ടിച്ച് TV വഴിയാണ് ഞാൻ എന്റെ അണ്ണന്റെ മുഖം കണ്ടത്. എന്നിട്ട് ഇപ്പൊ വീട്ടിൽ പോയിരുന്നു? ഞാൻ പോയില്ല. എന്തുകൊണ്ട് പോകാത്ത? പോണം. എനിക്ക് BP ഒക്കെ ഉണ്ട്. വിഷമം വരുമ്പോഴത്തേക്ക് എനിക്ക് തല ചുറ്റും കണ്ണിൽ ഇരുട്ടൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. എന്റെ അണ്ണനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിന് വിഷമം. എങ്കിലും എന്റെ അണ്ണൻ സത്യമായിട്ട് ഇത് പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ എന്നുള്ള മനസ്സിന് എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പൊ ഒന്നും അറിയാത്ത എന്റെ മക്കളാണ്, എന്റെ അണ്ണന്റെ മക്കളാണ് ഈ ദുരോഗ കഥയിൽ വേദനിച്ച് കഴിയുന്നത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇത് സത്യമായ കാര്യമാണ്. എന്റെ അണ്ണന്റെ കൂടി അണ്ണന്റെ മക്കളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അത്രയേ പറയാനുള്ളൂ. ചെറുപ്പകാലം മുതൽ ഗോപൻ സ്വാമി സമാധിയാകുമെന്ന് കുടുംബക്കാരോട് പലതവണ പറഞ്ഞിട്ടുള്ളതായാണ് എന്റെ മൂത്ത ചാച്ചിക്കും അറിയാം. അവരെ കൂടി വന്നു ചേർന്ന മരുമോനും അറിയാം. മരുമോനും ഒരു മേശരിയാണ്. അവരും കൂടിയൊക്കെ ചേർന്ന് തന്നെ കല്ലറ കെട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാം. എന്റെ അണ്ണന്റെ മക്കൾ നല്ല പരിശുദ്ധയായ എന്റെ അണ്ണന്റെ മക്കളാണ്. 2 പയ്യന്മാര്. അവര് നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന, സ്നേഹമായി ജീവിക്കുന്ന, അച്ഛനും അമ്മയും ഭാര്യയും ഒരുമിച്ച് സ്നേഹമായി ജീവിക്കുന്ന ഒരു കുടുംബമാണത്. പക്ഷെ ആരാണ് ഇതിൽ പിന്നിലെന്ന് നമുക്കറിയില്ല. ഭക്തിസാന്ദ്രമായിട്ടാണ് അവരുടെ ജീവിതം. ഇറച്ചിയോ മീനോ അങ്ങനെ യാതൊന്നും ഇല്ലാതെ ശിവക്ഷേത്രമൊന്നും പറഞ്ഞ് പൂജിച്ചാണ് അവരിന്നും ജീവിക്കുന്നത്. അല്ലാതെ വേറെ അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇന്നുവരെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കുടുംബമേ ഹിന്ദുക്കളാണ്. കുട്ടിക്കാലം എന്റെ അച്ഛന്റെ കുടുംബമേ ഹിന്ദുവാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. ഈ അയൽവാസി പരാതി പറഞ്ഞു അറിയില്ല. അതൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ.
അയൽവക്കക്കാർ എന്തുകൊണ്ടെന്ന് ഈ പറയാൻ സംഭവം വർഗീയവൽക്കരിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അതിനോട് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? എനിക്കൊന്നും അതിനെ കുറിച്ച് പറയാൻ അറിഞ്ഞൂടാത്തേ. എനിക്ക് അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. എന്തുകൊണ്ടാണ് അവരിതൊക്കെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ചേട്ടന്റെ മരണത്തിൽ ഒരുവിധ സംശയവും തങ്കമ്മ ചേച്ചിക്കോ അവരുടെ കുടുംബത്തിനോ ഇല്ല എന്നാണ് ഇവർ ഒന്നടങ്കം പറയുന്നത്. അതെ, അത്രേ ഉള്ളൂ.